വചനത്തിന് മുൻപാകെയായിരിക്കാൻ ദൈവം നൽകി തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഇന്ന് എനിക്ക് ഒരു അവസരം ലഭിച്ചത്. ഞാനും ഇന്ന് ഫ്രീ ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. PPC മിഷൻ ഓഫ് ഇന്ത്യയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു ചില മുഖവരയായിട്ട് കുറച്ച് കാര്യങ്ങൾ, കുറച്ചല്ല ഒത്തിരി കാര്യങ്ങളില്ല. നമ്മുടെ ഛത്തീസ്ഗഡിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ, അവരുടെ വേദനകളിൽ നിന്ന് അവർക്ക് ആശ്വാസം കൊടുക്കേണ്ടതിനും അവർ വളരെ പെട്ടെന്ന് തന്നെ മോചിതരാകേണ്ടതിനൊക്കെ ആയിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനുണ്ട്. നമ്മുടെ രഹസ്യവും പരസ്യവുമായ പ്രാർത്ഥനകൾ അവർ ഓർക്കണം. മിഷണർമാർക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അതിക്രമങ്ങള്, ആ പ്രയാസങ്ങളൊക്കെ ഒക്കെ നമുക്ക് മാറിക്കിട്ടണം. പക്ഷെ ഇതൊക്കെ സഹജമാണെന്നുള്ളതാണ് മറ്റൊരു സംഭവം. ഇതൊക്കെ നമ്മൾ സഹിക്കാനും അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുവാനും ഒക്കെ മനസ്സുള്ളവരായിരിക്കണം എന്നുകൂടെ ഞാനിതോടുകൂടെ ഓർപ്പിക്കുകയാണ്. ഓക്കെ, കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ PPC മിഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ ഇതുപോലെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട്. അതിനെല്ലാം കർത്താവ് നമുക്ക് വിടുതൽ തന്നിട്ടുണ്ട്, ആശ്വാസം നൽകി തന്നിട്ടുണ്ട്. പ്രതിസന്ധികളിലെല്ലാം ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഓർത്ത് ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഒത്തിരി പേര് കയറിയിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല, കുറച്ച് പേര് കയറിയിട്ടുണ്ടല്ലോ. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലോസ് ചെയ്ത ഭാഗം ഒന്ന് ആർക്കെങ്കിലും ഓർമ്മിപ്പിക്കാവോ? ഏത് ഭാഗത്ത് നമ്മൾ നിർത്തിയതെന്ന് പറയാവോ? നമ്മൾ ദിനവൃത്താന്തമാണ് ഇനി തുടങ്ങേണ്ടത്. ദിനവൃത്താന്തം പറഞ്ഞു, പക്ഷെ ക്ലാസ് എടുത്തിട്ടില്ല. ഒരു ആധികാരികമായി ഹിസ്റ്ററി എഴുതി വെച്ചിട്ടുള്ള പുസ്തകം അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദിനവൃത്താന്തത്തെ കുറിച്ചാണ് ഇനി പറയേണ്ടത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ, അതായത് രാഷ്ട്രം വിഭജിച്ചതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. വടക്കേ രാജ്യമായ ഇസ്രായേലിലെ 19 രാജാക്കന്മാരും അതുപോലെ തന്നെ തെക്കേ രാജ്യമായ യഹൂദ രാജ്യത്തിലെ 20 രാജാക്കന്മാരും ഭരണം നടത്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ തന്നെ എന്താ പറയാ, ശൗല്, ദാവീദ്, ശലോമോൻ ഇവരുടെ കാലഘട്ടത്തില് ഒരു ഐക്യ ഭരണത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു. ശലോമോന്റെ കാലശേഷം രാഷ്ട്രം 2ആയിട്ട് വിഭജിക്കപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു മനസ്സിലാക്കല് നമ്മൾ അവിടെ നടത്തിയിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അവിടെ നിന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നമുക്ക് ഇനിയും സബ്ജക്റ്റുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ ആ വഴിക്ക് നീങ്ങേണ്ടതുണ്ട്. ഇപ്പൊ ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് നമ്മളൊക്കെ വരുമ്പം നോട്ട് ഇനിയും കിട്ടാത്തവരുണ്ടോ? സോറി, ഞാൻ ടൈപ്പ് ചെയ്യാൻ കൂടുതൽ കിട്ടിയിട്ടില്ല. ഓക്കെ 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 ഓക്കെ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ആ ഒരു ബ്രദറിന്റെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത് തോന്നുന്നല്ലേ. എന്താ പുള്ളിക്കാരന്റെ പേര്? സാൻജോ. പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഞാൻ പുള്ളിക്കാരനെ. അപ്പൊ പുള്ളിക്കാരൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ എന്തൊക്കെയോ കുറച്ച് ഡൗട്ടുകളൊക്കെ, ഞാൻ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പ്രിന്റിങ്ങിന് മുന്നേ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ നല്ലതാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ അടുത്ത്. എന്തായാലും നമുക്ക് നോട്ട് അത്യാവശ്യമാണ്. നോട്ടില്ലാതെ വരുമ്പോഴാണ് എനിക്ക് നോട്ടിന്റെ പുറത്തുനിന്നൊക്കെ ക്ലാസ് എടുക്കേണ്ടി വരണേ. ഓക്കെ, ഇന്ന് മിക്കവാറും ഞാൻ എല്ലാവരുടെ കയ്യിൽ നോട്ടില്ലാത്തതുകൊണ്ട് അതുപോലെ ഒരു ക്ലാസ്, ഒരു ജനറൽ ആയിട്ടുള്ള ക്ലാസ്സിലേക്ക് തന്നെയാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ദിനവൃത്താന്ത പുസ്തകങ്ങളുടെ ആ ഉദ്ദേശം എന്ന് പറയുന്നത് ദാവീദിന്റെ ഭരണത്തിന്റെ ആ ഒരു വ്യത്യസ്തമായ തലങ്ങളെ ഒന്ന് എടുത്തു പറയുക എന്നുള്ളതും അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ വംശാവലി, ഇസ്രായേൽ ജനതയുടെ വംശാവലിയിലൂടെ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്താണെന്നുള്ളത് തെളിയിക്കുവാനും ഒക്കെ ആയിട്ടാണ് ഏറ്റവും കൂടുതൽ ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ നമുക്ക് കാണുന്ന സംഭവങ്ങൾ. അത് നമ്മളൊന്ന് വിലയിരുത്തുക. പക്ഷെ അത് മുഴുവൻ വായിച്ച് നമുക്ക് മനസ്സിലാക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഒരു പരിമിതിയുള്ള ഒരു പുസ്തകം കൂടെയാണ്. പരിമിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കാണ് പരിമിതി, പുസ്തകത്തിനല്ല. അപ്പൊ നമ്മുടെ പരിമിതി നമ്മളത് വായിച്ച് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. വംശാവലികളെ കുറിച്ചും അതുപോലെ രാജകീയ ഭരണങ്ങളെ കുറിച്ചും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അവരുടെ ഭരണ മികവുകളും അതുപോലെ തന്നെ താഴ്ചകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇസ്രായേൽ ജനതയുടെ രാജകീയ ഭരണ കാലഘട്ടത്തിന്റെ ഒരു ആവർത്തന പുസ്തകം കൂടിയാണെന്ന് വരെ നമുക്ക് അതിനെ പറയേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശമൂവേലിന്റെ പുസ്തകത്തിലുള്ള കാര്യങ്ങളും രാജാക്കന്മാരുടെ 1-2 പുസ്തകത്തിലുള്ള കാര്യങ്ങളുടെയും തനിയാവർത്തനം പോലെ തന്നെയാണ് ദിനവൃത്താന്ത പുസ്തകം 1-2 എടുക്കുന്നത്. പക്ഷെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള നിലവാരത്തിൽ അതിനെ ആ പുസ്തകം വായിക്കുമ്പോൾ, ദിനവൃത്താന്ത പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട്, കുറച്ചുകൂടെ ക്ലാരിറ്റി നമുക്ക് ലഭിക്കുന്ന സംഭവങ്ങൾ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വംശാവലി എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിപ്പോൾ വംശാവലിയിലേക്ക് ഞാനിപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഈ ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഭാഗം ചിന്തിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 2 ദിനവൃത്താന്ത പുസ്തകത്തിന്റെ ആ ഒരു ഭാഗം എനിക്ക് തോന്നുന്നു നമ്മളത് ചിന്തിച്ചു എന്ന് എനിക്ക് തോന്നുന്നത്. ചിന്തിച്ചിട്ടുണ്ടോ? 36-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം.
2 ദിനവൃത്താന്തം? അവിടേക്കൊന്നും പോയില്ലായിരുന്നു. പോയിട്ടില്ല. ദിനവൃത്താന്ത പുസ്തകം എന്ന് പറഞ്ഞ് അണ്ടർലൈൻ ചെയ്തിട്ട് അങ്ങനെ നിർത്തിയിരിക്കുക. കുറച്ചിങ്ങനെ ഒരു ഔട്ട്ലെറ്റ് പറഞ്ഞു എന്നല്ലാണ്ട് ഹിസ്റ്ററി എഴുതി വെച്ചിട്ടുള്ള പുസ്തകം മാത്രം ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളൂ. ഓക്കെ. അപ്പം ഞാന് ഈ 2 പുസ്തകങ്ങളെയും ചേർത്തുകൊണ്ട് അതിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളിന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്ന്, ഇസ്രായേൽ ജനത പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്ന സംഭവത്തെ കുറിച്ച്. ബൈബിള് സ്ഥിരമായിട്ട് വായിക്കുന്ന ആൾക്കാർക്ക് അത് വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷെ പുതിയതായിട്ട് ബൈബിൾ പഠിക്കുന്ന ആൾക്കാർക്ക് ആ കാര്യത്തെ കുറിച്ച് അത്ര വലിയ കാര്യമായിട്ടുള്ള അറിവുണ്ടാകില്ല. അപ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ചെറിയ വിവരണം ആ ഒരു ഭാഗത്ത് നിന്ന്, വളരെ എന്താ പറയുക, ദീർഘമായ ഒരു പഠനത്തിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എങ്കിലും അതിനൊരു ഭാഗമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ ഈ ദിനവൃത്താന്ത പുസ്തകത്തിലെ ഒരു ഭാഗമുണ്ട്. ഈ ഭാഗം നിങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കുന്നത് വളരെ നന്നായിരിക്കും. 2 ദിനവൃത്താന്തം 36-21. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചോന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു. 70 സംവത്സരം തികയോളം ദേശം ശൂന്യമായി കിടന്ന് ശബത്ത് അനുഭവിച്ചു. ഓക്കെ. അപ്പം ആ ഒരു സംഭവത്തെ കുറിച്ച് ബൈബിളിലെ വളരെ ആധികാരികമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ശബത്ത് എന്ന് പറയുന്ന ഒരു വിഷയം. അതിനെക്കുറിച്ച് നമുക്ക് പുറപ്പാട് പുസ്തകത്തിലെ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 10 കൽപ്പനകൾ കൊടുക്കുന്ന കൂട്ടത്തില് അവിടെ പറയുന്ന ഒരു സംഭവമുണ്ട്. നിങ്ങൾ ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുവാൻ നിങ്ങൾ ഓർക്കുക എന്നൊരു നിയമം ഇസ്രായേൽ ജനതയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇസ്രായേൽ ജനതയ്ക്കാണ് ആ പ്രമാണം കൊടുക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനതയോട് പറയുന്ന ഒരു സംഭവമുണ്ട്, നിങ്ങൾ ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുവാൻ ഓർക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ ഭാഗം എടുക്കാവോ? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം. എത്രയാ? 20-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുവാൻ ഓർക്കുക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേല ഒക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. ഓക്കെ. അപ്പൊ ഈ 20-ാം അധ്യായത്തില്, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തില് 11-ാമത്തെ വാക്യം സൂചിപ്പിക്കുന്നത് ദൈവം ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സമയത്ത് 6 ദിവസം കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി എല്ലാം തീർത്തു എന്നുള്ളതാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 6 ദിവസം കൊണ്ട് ദൈവം എല്ലാം സൃഷ്ടിച്ചു, 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആ ഭാഗം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ട് ശബത്ത് എന്നുള്ള കാര്യത്തെ കുറിച്ച് രാജൻ ഭാസ്കർ നമ്മളോട് കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ഓക്കെ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഓക്കെ. അപ്പോൾ ഈ ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക എന്ന് ഇസ്രായേൽ ജനതയോട് ദൈവം പറയുമ്പോൾ അത് പറയുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ ജനതയെ ദൈവം തിരഞ്ഞെടുക്കുന്നത് ഇസ്രായേൽ ജനതയെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടല്ല. ദൈവത്തിന്റെ കാര്യപരിപാടി എന്ന് പറയുന്നത് ലോകത്തിലെ സകല മനുഷ്യരെയും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുക, അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ആവിഷ്കരിച്ചൊരു സംഭവമാണ് അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുന്നതിൽ കൂടെ ദൈവം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അബ്രഹാമിനെ കുറിച്ച് പറയുന്ന വാഗ്ദത്തത്തിന്റെ ഭാഗങ്ങളിലൊക്കെ പറയുന്നത് നീ ബഹുജാതികൾക്ക് പിതാവായിരിക്കും. അതുപോലെ തന്നെ എബ്രായ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വിശ്വാസികളുടെ പിതാവ് എന്നുള്ള നിലവാരത്തിലൊക്കെ നമുക്ക് അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്നതൊക്കെ അത് ആ ഒരു നിലവാരത്തിൽ നമ്മൾ അതിനെ കാണുമ്പം ഇസ്രായേൽ ജനതയിലൂടെ ലോകത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും വർഗവർണ്ണ വ്യത്യാസമില്ലാതെ തന്നെ സകല ജനതകളെയും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ദൈവത്തിന്റെ ഒരു വലിയ കാര്യപരിപാടിയാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ജനതയ്ക്ക് കൊടുത്ത പ്രമാണത്തിലെ ഒരു പ്രമാണമാണ് ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കാം. അപ്പൊ ഈ ശബത്ത് നാളിനെ ശുദ്ധീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച്
പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് മാതൃകയായിട്ട് ദൈവം തന്നെ ആ പരിപാടി ചെയ്തു വെച്ചു എന്നുള്ളതാണ്. 6 ദിവസം കൊണ്ട് തന്റെ സൃഷ്ടിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിട്ട് ഇരുന്നു എന്ന് പറയുന്നു. ഇപ്പൊ നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പം അതിന്റെ ആധികാരികത അവിടെ വളരെ കൃത്യമായിട്ട് മോശെ പറയുന്നുണ്ട്. ആ 7-ാം വാക്യം മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ നിന്റെ ദൈവമായ യഹോവയുടെ നാമം 8-ാം വാക്യം നമ്മൾ വായിച്ചു വരുമ്പം ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക, 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക, 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്ത് ആകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കൽ അകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കി 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സാർവത്രിക നിയമമായിട്ടാണ് വിശുദ്ധ തിരുവെഴുത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇസ്രായേൽ ജനതയ്ക്ക് മാത്രമുള്ള ഒരു നിയമമല്ല. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ജനതയ്ക്ക് കൊടുത്ത പ്രമാണത്തിനകത്താണ് അത് ഒരു പ്രമാണമായിട്ട് കൊടുക്കുന്നത്. പക്ഷെ അപ്പോൾ തന്നെ അതൊരു സാർവത്രിക നിയമമാണ്. നേരത്തെ ക്ലാസ് കേട്ടവർക്കൊക്കെ, ആ ശബത്തിന്റെ ക്ലാസ്സുകളെ കുറിച്ച് കേട്ടവർക്കൊക്കെ അത് കൃത്യമായിട്ട് അറിയാം. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ശബത്ത് എന്ന് പറയുന്ന സബ്ജക്റ്റ് തന്നെ നമുക്ക് കഴിയുമെങ്കിൽ എന്താ പറയാ, നമ്മുടെ ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശബത്തുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ, ശബത്തിന്റെ ക്ലാസ്സിനെ കുറിച്ച്. ഓക്കെ, ഇപ്പോൾ അത് മുഴുവൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതൊരു സാർവത്രിക നിയമമാണ്. പക്ഷെ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പം ഈ ശബത്ത് എന്ന് പറയുന്ന ഈ സംവിധാനത്തെ അവർ പലപ്പോഴും വ്യത്യസ്തമായ നിലവാരത്തിൽ അവർ അതിനെ കാണുകയും അതിനെ മാനുഷികമായ കുറെ പരിവേഷങ്ങൾ അതിന് കൊടുത്തുകൊണ്ട് ന്യായാന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ വ്യത്യസ്തമായ നിലവാരത്തിൽ അതിനെ കാണുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ, അഥവാ ആ പഴയ നിയമ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ച ആ ഒരു കാലഘട്ടത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് മുൻപും അവരങ്ങ് ദുരുപയോഗം ചെയ്തിട്ടുള്ളത് നമുക്ക് തിരുവെഴുത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിലെ ഒരു പ്രത്യേക ഭാഗമാണ് ഞാൻ നിങ്ങളോട് ദിനവൃത്താന്ത പുസ്തകത്തിലെ ആ ഒരു ഭാഗം നിങ്ങളോട് വായിക്കാൻ പറഞ്ഞത്. ദിനവൃത്താന്ത 2-ാം പുസ്തകം 36-ാം അധ്യായം 21-ാമത്തെ വാക്യം, അഥവാ ശബത്ത് എന്ന് പറയുന്ന സാർവത്രിക നിയമത്തെ, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിൽ പറഞ്ഞാൽ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി കൊടുത്ത ആ ഒരു പ്രത്യേക കൽപ്പന, ആ ഒരു കൽപ്പന അവർ വിട്ടുകളഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ അവർ അതിനെ ശരിക്കും ആചരിക്കാത്തത് കൊണ്ട് ഇസ്രായേൽ ജനതയ്ക്ക് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു എന്ന ഒരു ഹിസ്റ്ററിയാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ എത്ര പേര് ശ്രദ്ധിക്കുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു സിമ്പിൾ എനിക്ക് തന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ്. ഞാനിങ്ങനെ ഒരു എന്താ പറയാ, നിങ്ങളെല്ലാവരും വീഡിയോ അത് തുറക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് ആരൊക്കെ ശ്രദ്ധിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാക്കാം. ഓ, താങ്ക് യു എല്ലാവരുടെയും. ഓക്കെ, എല്ലാവരും ലൈക്ക് ഞാൻ കണ്ടു, സന്തോഷം. ഓക്കെ, അപ്പം ഈ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവം വിശുദ്ധ തിരുവെഴുത്തുകളിലൂടെ കൊടുത്തിട്ടുള്ള പ്രമാണങ്ങൾ അതൊന്നും വൃഥാവല്ല, അല്ലെങ്കിൽ അതൊന്നും വെറുതെ കൊടുത്തിട്ടുള്ളതല്ല. അതിലെല്ലാം ദൈവത്തിന്റെ കാര്യപരിപാടികൾ ഒളിഞ്ഞിരിക്കുന്നു, മാർമികമായ വശങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എബ്രായ ലേഖനത്തിലേക്ക് പോകുമ്പോൾ ഞാൻ വിശദീകരിക്കാൻ ഈ ക്ലാസ് ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്നില്ല. എബ്രായ ലേഖനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ പറയുന്ന ഒരു സംഭവമുണ്ട്, ഒരു ശബത്ത് അനുഭവം നമുക്ക് വേണ്ടി ശേഷിച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ശബത്ത് അനുഭവം എന്ന് പറയുന്നത് ഇതിന്റെ ഫൈനലാണ്, അഥവാ ഇസ്രായേൽ ജനതയ്ക്ക് കൊടുത്ത ശബത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളുടെ ഫൈനലായിട്ടുള്ള ഒരു കാലക്കണക്കുകളാണ്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു ഭാഗത്ത് കാണാൻ സാധിക്കും. ദാനിയേൽ പ്രവചന പുസ്തകം 9-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. നമുക്ക് ദാനിയേൽ പ്രവചന പുസ്തകം നമ്മുടെ ഇപ്പോഴത്തെ പഠന വിഷയമല്ല, പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ദാനിയേൽ പ്രവചന പുസ്തകത്തിലേക്ക് വരുമ്പം ശബത്തിനെ കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് പറയാനൊക്കെ സാധിക്കും. പക്ഷെ ഇവിടെ ദാനിയേൽ പ്രവചന പുസ്തകം 9-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം, അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ ഞാൻ യെരുശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നുള്ള യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകനുണ്ടായത് ഒരു കാലസംഖ്യ പുസ്തകത്തിൽ നിന്നും ഗ്രഹിച്ചു. നോക്കുക, ഇവിടെ ഇസ്രായേൽ ജനത ഇപ്പോ പ്രവാസത്തിലേക്ക് പോയിരിക്കുകയാണ്. പ്രവാസത്തിലായിരിക്കുന്ന സമയത്ത്, അഥവാ ബാബിലോണിയ പ്രവാസത്തിലേക്ക് കടന്നുപോയ ആ ഒരു സംഭവ, ആ കാലഘട്ടത്തിൽ ദാനിയേൽ എന്ന് പറയുന്ന പ്രവാചകൻ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവത്തെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു ചെറിയ പിടിപാട് കിട്ടി, മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോഴാണ് ദാനിയേൽ ചിന്തിക്കുന്നത് ഈ കാര്യത്തെ കുറിച്ചൊക്കെ, ഇത് ഒരു വലിയ സംഭവം, മാർമികമായ ഒരു സംഭവമാണല്ലോ എന്നൊക്കെ ദാനിയേൽ ചിന്തിക്കുന്നത്. അനന്തരമാണ് 70 ആഴ്ചവട്ടത്തെ കുറിച്ചിട്ടുള്ള ഒരു വലിയ കാലക്കണക്കും സംഭവങ്ങളും ഒക്കെ ദാനിയേലിന്
ദൈവം കാണിച്ചു കൊടുക്കുന്നതും അതിന്റെ വിശദീകരണങ്ങൾ കൊടുക്കുന്നതും ഒക്കെ. ഓക്കെ, ഞാൻ ആ വിശദീകരണങ്ങളിലേക്കും ഞാനിപ്പോ പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനുള്ള അവസരമല്ല ഇത്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, ദൈവിക പ്രമാണങ്ങൾ എന്ന് പറയുന്നത് അഥവാ വിശുദ്ധ തിരുവെഴുത്തുകളിൽ ലിഖിതങ്ങളായിട്ട് നമുക്ക് നൽകി തന്നിട്ടുള്ള പ്രമാണങ്ങൾ എന്ന് പറയുന്നത് അത് അലസമായി വിടാനുള്ളതല്ല എന്നുള്ള ഒരു വലിയ പാഠം തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒത്തിരി വിഷയങ്ങൾ അതിനകത്തുണ്ടെങ്കിലും ഞാൻ ഇതിനകത്ത് വരാനുള്ള കാരണം എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായി നിങ്ങളോട് പറയാൻ തന്നെയാണ്. ഇതിനകത്ത് ഒത്തിരി വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം ജനറലായിട്ട് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ തിരുവെഴുത്തിലൂടെ പറഞ്ഞിട്ടുള്ള എല്ലാ നിയമങ്ങളും എല്ലാ നിർദ്ദേശങ്ങളും അത് അങ്ങനെ തന്നെ നാം പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതിന്റെ ഒരു ബാഹ്യമായ തെളിവാണ്, അല്ലെങ്കിൽ ലോകത്തിന് തന്നെ കാണിച്ചു കൊടുത്ത ഒരു സംഭവമാണ് ഇസ്രായേൽ ജനതയുടെ ബാബിലോണിയ പ്രവാസം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അത് കാര്യം ബോധ്യമായി കാണുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഹലോ, ഓക്കെ, അപ്പൊ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? അപ്പൊ ഇരമ്യ പ്രവചന പുസ്തകം 25-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങളിലാണ് ഇരമ്യ ദാനിയേൽ വായിക്കുന്നത്. ആ ഭാഗത്താണ് ദാനിയേൽ വായിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് ആ ഭാഗത്ത് പോയാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ആ ഒരു സംഭവം നമുക്ക് ദിനവൃത്താന്ത പുസ്തകം, ഞാൻ രണ്ടും കൂടി ഒന്നിച്ച് ഒറ്റ ഇതിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന അങ്ങനെ ഒരു ഭാഗം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ശബത്തിനെ കുറിച്ചിട്ടുള്ള വിശദമായ ഒരു പഠനം നമുക്ക് പിന്നീട് നടത്താം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താണ് പുസ്തകത്തിന്റെ ഉദ്ദേശം എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ വംശാവലി അതിലൂടെ കൊണ്ടുവരിക, ഇസ്രായേൽ ജനതയുടെ വംശാവലി കൊണ്ടുവരിക, അപ്പോൾ തന്നെ ദാവീദിന്റെ ഭരണ കാലഘട്ടത്തെ കുറിച്ചും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ചും കൂടെ പൊതുജനത്തെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ദിനവൃത്താന്ത പുസ്തകങ്ങളൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശമൂവേലിന്റെ പുസ്തകം, ശമൂവേലിന്റെ 2 പുസ്തകങ്ങളും അതുപോലെ തന്നെ രാജാക്കന്മാരുടെ 2 പുസ്തകങ്ങളും അതിന്റെയൊക്കെ തനി ആവർത്തനങ്ങളായിരിക്കും ദിനവൃത്താന്ത പുസ്തകത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പുസ്തകം നമ്മൾ വായിച്ച് ഒരുപക്ഷെ വംശാവലികളും അതുപോലെയുള്ള ഭരണ സംവിധാനങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ വായിച്ച് നമ്മൾ ബോറടിക്കുക ഒരുപക്ഷെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ ബോറടിച്ച് പോകാതെ അതിന്റെ ശുദ്ധതയെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ള ഒരു വലിയ ഉദ്ദേശം നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ഈ കാലഘട്ടത്തിലാണ് ഇസ്രായേൽ ജനതയ്ക്ക് ഒരു മോചനം ലഭിക്കുന്നത്, അവരുടെ അടിമത്തത്തിൽ നിന്ന് ഒരു മോചനം ലഭിക്കുന്നത്. അത് ഇരമ്യ പ്രവാചകൻ വളരെ കൃത്യമായിട്ട് ഇസ്രായേലിനോട് പറയുന്ന ഒരു രംഗം കൂടെ ഉണ്ട്. 29-ാം അധ്യായം 10-ാമത്തെ വാക്യം, ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. യഹോവ ഇപ്രകാരം ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എന്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. നമുക്ക് ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് അതേപടി തന്നെ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അതിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല ദൈവത്തിന്. അങ്ങനെ ദൈവം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളും ദൈവം വളരെ കൃത്യമായിട്ടുള്ള നാഴിക വിനായിക എന്ന നിലവാരത്തിൽ തന്നെ അത് വളരെ കൃത്യമായിട്ട് തന്നെയാണ് ദൈവം പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരു അടി പോലും പുറകോട്ടോ മുമ്പോട്ടോ പോകാൻ ദൈവത്തിന് സാധ്യമല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ 29-ാം അധ്യായത്തിൽ ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ആ ഒരു രംഗം എന്ന് പറയുന്നത് ബാബിലോണിയ പ്രവാസത്തിലേക്ക് പോയ ജനത അവരോട് വ്യത്യസ്തമായ നിലവാരത്തിലുള്ള സന്ദേശങ്ങളൊക്കെ അറിയിച്ച വ്യാജ പ്രവാചകന്മാരും ദൂതന്മാരും ഒക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രവാസം ദൈവനിയോഗത്താൽ ഉണ്ടായതല്ല, അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് ദൈവത്തിന്റെ പ്ലാനിലുള്ളതല്ല എന്നുള്ള നിലവാരത്തിലൊക്കെ അവരോട് സംസാരിക്കുകയും അവർ ആ വാക്കുകളിൽ കുടുങ്ങിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇരമ്യ പ്രവാചകൻ അവരെ വീണ്ടും ഉണർത്തുകയാണ്. അത് യെരുശലേമിൽ നിന്ന് അവർക്ക് ഒരു ലേഖനം വഴി അല്ലെങ്കിൽ ഒരു കത്ത് വഴി അവർക്ക് അത് അയച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ കിടന്ന് ബന്ധപ്പെടുത്തിയത് കൊണ്ട് കാര്യങ്ങൾ നടക്കില്ല. നമ്മൾ ചെയ്ത തെറ്റിനനുസരിച്ച് തന്നെയുള്ള ഒരു വലിയ ശിക്ഷയെ തന്നെയാണ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്.
അപ്പൊ അത് ആ ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ പഠിക്കുക. ദൈവിക പ്രമാണം എന്താണെന്നുള്ളതിനെ കുറിച്ച്, അതിന്റെ വാല്യൂ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ തിരുവഴുത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു വലിയ ശ്രമം നമ്മൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടെയാണ്. ഓക്കെ, ഞാൻ അവിടുന്ന് വളരെ വേഗത്തിൽ തന്നെ ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് ഞാൻ വളരെ വേഗത്തിൽ എസ്രായുടെ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അപ്പോൾ ഇവരെ ഇസ്രായേൽ ജനത പ്രവാസത്തിലായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലായി. എന്നാൽ ആ കാലഘട്ടത്തിൽ നമുക്കറിയാലോ, ഇസ്രായേൽ ജനത ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ കീഴിലും അപ്പോൾ തന്നെ മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിന്റെ കീഴിലേക്ക് അവർക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ കീഴിൽ നിന്ന് വളരെ വേഗം അവർക്കൊരു മോചനം ലഭിച്ചു. കോരശ് അല്ലെങ്കിൽ മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിന്റെ കീഴിലേക്ക് അവർ പോയപ്പോൾ ദൈവം അവിടെ കോരശ് എന്ന് പറയുന്ന, അഥവാ പേർഷ്യൻ മേദ്യ രാജാവായിരിക്കുന്ന കോരശിന് ദൈവം എന്താ പറയാ, ദൈവം അദ്ദേഹത്തോട് സംസാരിച്ച് ഇടപെട്ട് ഇസ്രായേൽ ജനത്തെ നാട്ടിലേക്ക് പറഞ്ഞയക്കും, യെരൂശലേമിലേക്ക് തിരിച്ചയക്കുവാൻ ദൈവം അവിടെ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന ഒരു സംഭവമുണ്ട്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും ഉവ്വ് എന്നും ഇല്ല എന്നുമാണ്. അപ്പൊ ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ നിവർത്തി പദത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. നമ്മൾ മറ്റൊരു ഭാഗത്ത് വായിക്കുന്ന ഒരു സംഭവമുണ്ട്, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു സംഭവമാണ്. ഓബദ്യാവിന്റെ പുസ്തകത്തില് ഹബക്കൂക്കിന്റെ പുസ്തകത്തില് നമ്മളത് വായിക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താ പറയുന്നേ, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് അതിന്റെ സമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതൊരിക്കലും ദൈവിക ഉദ്ദേശങ്ങൾ ഒന്നും പാഴാക്കി പോകാനുള്ളതല്ല, മിസ്സായി പോകാനുള്ളതല്ല. നമ്മൾ ഏതെങ്കിലും തരത്തിലൊക്കെ മിസ്സായി പോകും എന്നുള്ള ചിന്താഗതി നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗത്ത് വരുന്ന തെറ്റുകളാണ്. നമ്മുടെ ചിന്താക്കുഴപ്പം കൊണ്ട് വരുന്നതോ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ ഒക്കെ സംഭവിക്കുന്നതാണ്. ദൈവം ഒരു പദ്ധതി ആവിഷ്കരിച്ചു വെച്ചിട്ടുള്ള എല്ലാ പദ്ധതികളും ദൈവം ആവിഷ്കരിച്ചു വെച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് വിശുദ്ധ ബൈബിളിന്റെ ആകത്തുക നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ, പ്രപഞ്ചത്തിന്റെ ഉത്ഭവം മുതൽ ഒടുക്കം വരെയുള്ള സംഭവത്തെക്കുറിച്ചും അനന്തര സംഭവങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് വിശുദ്ധ ബൈബിളിനകത്ത് ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് ബൈബിളിനകത്ത് ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഓരോന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു ഗ്രന്ഥത്തിലും ഇല്ലാത്തതുപോലെ ദൈവം തന്റെ ജനത്തോട് സംസാരിച്ച ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ തിരുവെഴുത്ത് അല്ലെങ്കിൽ ബൈബിൾ എന്ന് പറയുന്ന ഈ വിശിഷ്ടമായ ഗ്രന്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എസ്രായുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോ അവിടെ കാണുന്ന ആ ഒരു സംഭവം, ഇസ്രായേൽ ജനതയെ ദൈവം കോരശ് എന്ന് പറയുന്ന രാജാവ് മുഖാന്തരം അവരെ അവിടുന്ന് ബന്ധപ്പെടുത്തി യെരൂശലേമിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു രംഗം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ആ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടെ, അതായത് ഇസ്രായേൽ ജനത അവിടുന്ന് കടന്നു പോകുമ്പോൾ ബാബിലോൺ രാജാവ് ഈ ദൈവാലയം മുഴുവനും ചുട്ടുകരിച്ച ആക്കിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശലോമോന്റെ കാലത്ത് വളരെ പ്രൗഢഗംഭീരമായി പണിത ഒരു ദൈവാലയമായിരുന്നു ഇസ്രായേൽ ജനതയുടേത്. ഇവർ പ്രവാസത്തിലായിരുന്നപ്പോഴൊക്കെയും ഈ ദൈവാലയത്തെ കുറിച്ച് വളരെ കാര്യമായിട്ട് വിലപിക്കുകയും അതുപോലെ തന്നെ പ്രയാസപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ആ ദൈവാലയം നിലവിലില്ല. അത് നെബൂഖദ്നേസർ അത് തച്ചുടച്ചു കളഞ്ഞു, അത് ഒന്നുമല്ലാത്ത രീതിയിലേക്ക് ആക്കി കളഞ്ഞു. പക്ഷെ ഈ ദൈവാലയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. യെരൂശലേം ദൈവാലയം, പ്രത്യേകിച്ച് യെരൂശലേം ദൈവാലയം, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം. ഇവിടെ ദൈവം അനുവദിക്കുന്നുണ്ട്, അവർക്ക് ദൈവാലയം രണ്ടാമത് പണിയാനുള്ള അവസരം അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് അവർ പണിയുന്നുണ്ട്. എസ്രായുടെ പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആൾക്കാർ വന്നു, അതിന്റെ പണികൾ തുടങ്ങി. രണ്ടാമത് എസ്രായുടെ നേതൃത്വത്തിലും ഒത്തിരി പേര് അവിടെ വന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരൊക്കെ വന്ന് ആ ദൈവാലയം പണിത ആ ഒരു ഹിസ്റ്ററി നമ്മൾ വായിക്കുമ്പോൾ ദൈവാലയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ, അത് ഞാൻ പറഞ്ഞ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഞാൻ എന്താ പറയാ, ദാവീദിന്റെ കാലഘട്ടത്തിൽ ദാവീദ് ഈ ദൈവാലയം പണിയാൻ വേണ്ടി തീരുമാനിച്ച ഒരു ഹിസ്റ്ററി നമുക്കറിയാം, അല്ലെ? നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം, ശമൂവേലിന്റെ പുസ്തകം പഠിക്കുന്ന സമയത്ത് നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ദാവീദിന്റെ കാലഘട്ടത്തിൽ ദാവീദ് സകല ശത്രു രാജ്യങ്ങളെയും ഒതുക്കിയതിനു ശേഷം തനിക്ക് വേണ്ടി ഒരു അരമന താൻ പണിയുകയും ആ അരമനയിൽ താൻ താമസിക്കുന്ന സമയത്ത് തന്റെ മനസ്സിനകത്ത് വലിയൊരു വേദന, ദൈവത്തിന്റെ പെട്ടകം ഒരു മറശ്ശീലയ്ക്കകത്തിരിക്കുന്നു, കൂടാരത്തിനകത്ത് ഇരിക്കുന്നു എന്നൊരു വിഷമം, അതിനുവേണ്ടി ഒരു വലിയ
വിശ്രാമ സ്ഥലം ഒരുക്കണം, അല്ലെങ്കിൽ ഒരു വലിയൊരു സജ്ജീകരണങ്ങളൊക്കെ തയ്യാറാക്കണമെന്ന് ദാവീദിന് മനസ്സിനകത്ത് തോന്നിയ ആ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമുണ്ട്. എന്നാൽ ഇങ്ങനെ ദാവീദ് നാഥാൻ പ്രവാചകനോട് തന്റെ ഈ ഒരു ഇംഗിതം തന്നോട് പങ്കുവച്ചപ്പോൾ നാഥാൻ പ്രവാചകൻ ദൈവത്തോട് പോലും ചോദിക്കാതെ അതൊരു വലിയ നല്ല കാര്യമാണെന്ന് താൻ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ദാവീദിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. പക്ഷേ ദൈവം അത് അനുവദിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ അനുവദിക്കാതിരുന്നത്? ഇപ്പോൾ ഞാനത് പറയാനുള്ള കാരണം, ഇവിടെ ഇസ്രായേൽ ജനത മടങ്ങി വന്ന ഒരു ദൈവാലയം അവിടെ പണിയാൻ വേണ്ടി ആഗ്രഹിച്ചു, അവർ പണിതു. പക്ഷേ അത് എത്ര കാലം നിലനിന്നു എന്നുള്ളതിനെ കുറിച്ച് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് കാലങ്ങൾ അത് നിലനിൽക്കുന്നില്ല. പിന്നീട് അത് വീണ്ടും നശിപ്പിക്കപ്പെട്ടു. അത് പിന്നീടും ഹെരോദാവിന്റെ കാലത്ത് അത് വീണ്ടും പുതുക്കി പണിത ഒരു ഹിസ്റ്ററി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം AD 70 അത് പൂർണ്ണമായിട്ട് നശിക്കപ്പെട്ടു പോയി. പിന്നെ ഏകദേശം ഒരു 2000 വർഷത്തിനോടടുത്ത്, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു കാലഘട്ടം വരെ ഇസ്രായേൽ ജനതയ്ക്ക് ഒരു ദൈവാലയം ഇല്ലാതെ അത് ശൂന്യമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തെ കുറിച്ചുകൂടെ വിശുദ്ധ തിരുവെഴുത്ത് നമ്മോട് പറയുന്നുണ്ട്. എന്താണ് ദൈവാലയവുമായി ബന്ധപ്പെട്ട ദൈവത്തിന്റെ പദ്ധതി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിവിടെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ എന്താ പറയാ, സാമുദായികപരമായിട്ട് നിൽക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റ് വ്യത്യസ്തമായ നിലവാരത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ വലിയ നിലവാരത്തിൽ ഒരു ആത്മപ്രചോദനം ആയിരിക്കാം ഒരു പക്ഷെ അതിന്റെ പുറകിലുള്ള ഒരു വികാരം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ആ ഒരു വികാരം മനുഷ്യന്റെ ഹൃദയത്തിൽ ഉടലെടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവഹിതമല്ലാത്ത കുറെ കാര്യങ്ങളാണ് അതിനകത്ത് നടക്കുന്നത്. പല കാര്യങ്ങളും ദൈവഹിതമല്ലാത്തതാണെങ്കിലും ദൈവം പലപ്പോഴും നമുക്ക് അനുവദിച്ചു തരുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പൊ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദാവീദ് ഈ പെട്ടകം വെക്കുവാൻ വേണ്ടി, ദൈവത്തിന്റെ പെട്ടകം വെക്കുവാൻ വേണ്ടി ഒരു സജ്ജീകരണം ഒരുക്കുവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോ ദൈവം ദാവീദിന്റെ ഇഷ്ടത്തെ പൂർണ്ണമായിട്ട് നിരസിക്കുന്നില്ല. അത് ശരിയാണ്. പക്ഷെ ദൈവം അവിടെ പറയുന്ന ചില കാര്യങ്ങൾ കൂടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് നമ്മളത് കൊണ്ടുവരണം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളില് ശലോമോനെ ദാവീദ് ആത്മീകമായിട്ട് പ്രബോധിപ്പിക്കുന്ന ഒരു സംഭവമൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് ഈ എന്താ പറയാ, ദൈവാലയവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എന്താണ് ആ സംഭവത്തെ കുറിച്ച്, ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവിക ഉദ്ദേശം എന്നുള്ളതിനെ കുറിച്ച് ഒരു 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഇവിടെ ദൈവാലയം ദാവീദിനെ കൊണ്ട് പണിയിക്കാതെ ശലോമോനെ കൊണ്ട് പണിയിപ്പിക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. അപ്പം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഈ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശലോമോൻ ഈ ദൈവാലയം പണിയാൻ വേണ്ടി വലിയൊരു ശ്രമം നടത്തുകയും അത് പണിതെടുക്കുകയും ചെയ്യുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ദാവീദിനോട് എന്താ പറഞ്ഞു എന്നുള്ള കാര്യത്തെ കുറിച്ച് ദിനവൃത്താന്ത പുസ്തകം 1-ാം പുസ്തകം അതിന്റെ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ 1 മുതലുള്ള ഭാഗങ്ങളൊന്ന് വായിക്കണം. എന്താണ് ദൈവാലയവുമായിട്ടുള്ള ദൈവത്തിന്റെ കൺസെപ്റ്റ് എന്നുള്ളതിനെ കുറിച്ച്, ദൈവം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മനുഷ്യർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള അതിനെ കുറിച്ചൊക്കെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദിനവൃത്താന്തത്തിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ഭാഗങ്ങൾ. താമസിക്കുന്ന സമയത്ത് ഒരു നാൾ നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ താമസിക്കുന്നു, യഹോവയുടെ നിയമപെട്ടകമോ തിരശീലകൾക്ക് കീഴെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ദാവീദിന്റെ വേദന നമുക്കറിയാലോ. ഏലി പുരോഹിതന്റെ കാലത്ത് ശമൂവേലൊക്കെ ബാലനായിരിക്കുന്ന സമയത്ത് എന്താ പറയാ, ഏലി പുരോഹിതന്റെ മക്കളെ ശരിയല്ലാത്ത നിലവാരത്തിൽ മുന്നോട്ട് പോയപ്പോൾ ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെട്ട പോയ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ശമൂവേലിന്റെ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ പെട്ടകം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ദാവീദ് വളരെ ബന്ധപ്പെടുന്നു. ആ പെട്ടകം വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് അതിനുവേണ്ടി ഒരു സ്ഥലം ഒരുക്കി. പക്ഷെ അതിനും തൃപ്തിപ്പെടാതെയാണ് ദാവീദ് അതിനുവേണ്ടി വലിയൊരു സജ്ജീകരണം ഒരുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ദൈവം അദ്ദേഹത്തോട് പറയുന്നത്, ദാവീദിനോട് പറയുന്നത്, നീ അല്ലാതെ പണിയേണ്ടത്, അങ്ങനെ അതിന്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ദാവീദ് ഈ 17-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം, ദാവീദ് തന്റെ അരമനയിൽ വസിക്കും കാലത്ത് ഒരു നാൾ നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, യഹോവയുടെ നിയമപെട്ടകമോ തിരശീലകൾക്ക് കീഴെ ഇരിക്കുന്നു. ഓക്കെ, അതിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ദൈവം നാഥാനെ തിരുത്തുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോ 17:3 വായിക്കാം. 3-ാമത്തെ വാക്യം. രാത്രി നാഥാന് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ,
നീ ചെന്ന് എന്റെ ദാസനായ ദാവീദിനോട് പറയുക, യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു, എനിക്ക് വസിപ്പാനുള്ള ആലയം പണിയേണ്ടത് നീയല്ല. ഞാൻ ഇസ്രായേലിനെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്ന് വരെയും ഞാൻ ഒരു ആലയത്തിൽ വാസം ചെയ്യാതെ ഒരു കൂടാരത്തിൽ നിന്ന് മറ്റൊരു കൂടാരത്തിലേക്കും ഒരു സമാഗമന കൂടാരത്തിൽ നിന്ന് മറ്റൊന്നിലേക്കും സഞ്ചരിച്ചു. അപ്പം ആ ഒരു ഭാഗം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ആലയവുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ കൺസെപ്റ്റ് എന്താണ്, ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മളൊക്കെ വലിയ വലിയ സൗധങ്ങളൊക്കെ പണിത്, അല്ലെങ്കിൽ ദൈവാലയം എന്നുള്ള നിലവാരത്തിലൊക്കെ നമ്മൾ ഒത്തിരി അതിനെ പൊക്കി പണിത് അതിന്റെ പ്രൗഢവും അതിന്റെ മറ്റ് സംഭവങ്ങളും ഒക്കെ നമ്മൾ ചെയ്തു വരുമ്പോൾ ദൈവം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ദൈവാലയം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇപ്പൊ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ അതിന്റെ എന്താ പറയാ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വ്യത്യസ്തമായ നിലവാരത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബൈബിളിന്റെ കൺസെപ്റ്റ് എന്താണ്, ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ താഴോട്ട് വായിക്കണം. ഇവിടെ നമ്മൾ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, അത് തുടർന്നുള്ള ഭാഗങ്ങളോട് നമ്മളൊന്ന് വായിക്കാം. 17:3 മുതൽ നമുക്കൊന്നുകൂടെ ഒന്ന് വായിക്കാം. തുടർന്ന് ചെന്ന് എന്റെ ദാസനായ ദാവീദിനോട് പറയുക, യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു, എനിക്ക് വസിപ്പാനുള്ള ആലയം പണിയേണ്ടത് നീയല്ല. ഞാൻ ഇസ്രായേലിനെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്ന് വരെയും ഞാൻ ഒരു ആലയത്തിൽ വാസം ചെയ്യാതെ ഒരു കൂടാരത്തിൽ നിന്ന് മറ്റൊരു കൂടാരത്തിലേക്കും ഒരു സമാഗമന കൂടാരത്തിൽ നിന്ന് മറ്റൊന്നിലേക്കും സഞ്ചരിച്ചു. ഇസ്രായേൽ ഇത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ബൈബിളാണോ? പുതിയ ബൈബിളാ. ശരി, വായിച്ച കുഴപ്പമൊന്നുമില്ല, അത് നല്ല കുഴപ്പമൊന്നുമില്ല. അത് ഓക്കെ. ഇസ്രായേലിനോട് കൂടെ യാത്ര ചെയ്ത സ്ഥലങ്ങളിൽ എവിടെ വെച്ചെങ്കിലും എന്റെ ജനത്തെ മേയിപ്പാൻ ഞാൻ കൽപ്പിച്ചാക്കിയ ഇസ്രായേൽ ന്യായാധിപന്മാരിൽ ആരോടെങ്കിലും നിങ്ങൾ എനിക്ക് ദേവദാരു കൊണ്ട് ഒരു ആലയം പണിയാതെ ഇരിക്കുന്നത് എന്ത് എന്നൊരു വാക്ക് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ ദൈവത്തിന്റെ കൺസെപ്റ്റിൽ വരുന്ന സംഭവം അല്ലാതെ ദൈവം ഒരു സജ്ജീകരണം അവർക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. സമാഗമന കൂടാരം എന്ന് പറയുന്ന ഒരു സജ്ജീകരണം ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലെവിടെയാണ് പെട്ടകം വെക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചും എവിടെയാണ് പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും എവിടെയാണ് ആരാധിക്കുവാൻ വേണ്ടി ദൈവജനം വന്നു നിൽക്കേണ്ടത്, അവരെങ്ങനെ വരണം, അവരുടെ മനോഭാവം എങ്ങനെയായിരിക്കണം, എന്താണ് ആരാധന എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ സമാഗമന കൂടാരം എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിലൂടെ ദൈവം അവരെ പഠിപ്പിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ കാലാന്തരത്തിൽ ജനം ഇതുപോലെ തെറ്റിദ്ധരിച്ചു പോകുന്ന പല സംഭവങ്ങളാണ് ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു വലിയ ബിൽഡിംഗ് ഒക്കെ പണിത് അതിനെ വലിയ നിറവും ഭംഗിയൊക്കെ കൊടുത്ത് അതിനെ ഭംഗിയായിട്ട് അവിടെ പെയിന്റ് അടിച്ച് നിർത്തുക, അത് ദൈവത്തിന്റെ പേരിൽ വലിയൊരു സംഭവമാക്കി നിർത്തി പിന്നെ അത് വലിയൊരു എന്താ പറയാ മറ്റു പല സംഭവ വികാസങ്ങളിലേക്ക് കൊണ്ടുപോകുക, അങ്ങനെ ഒരു കൺസെപ്റ്റ് ദൈവത്തിനില്ല. അതല്ല ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇന്ന് നമ്മളെ കാണുന്ന അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ? ദൈവാലയങ്ങളുടെ പേരിൽ അതുപോലെയുള്ള സംഭവങ്ങളുടെ പേരിലൊക്കെ അടിയും ബഹളങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇത് ദൈവത്തിന്റെ ഉദ്ദേശം അല്ല, അതല്ല ദൈവത്തിന്റെ ഉദ്ദേശം. ദൈവത്തിന് അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ല. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. ഇനി താഴോട്ട് നമ്മൾ വായിക്കണം. ഞാൻ ഏതെങ്കിലും കാലത്ത് ന്യായാധിപന്മാരുടെ കാലത്താവട്ടെ, മിസ്രൈമിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ട കാലഘട്ടത്തിലാകട്ടെ, അവിടുന്ന് ഇങ്ങോട്ടുള്ള ഏതെങ്കിലും കാലഘട്ടത്തിലാവട്ടെ, ഞാൻ നിങ്ങളോട് എനിക്ക് വസിക്കുവാൻ വേണ്ടി ഒരു ആലയം പണിയുവാൻ വേണ്ടി നിങ്ങളോട് അപേക്ഷിച്ചിട്ടുണ്ടോ, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് തന്നെ ദൈവം പറയുന്നത്. പിന്നെ എങ്ങനെയാ ദാവീദിന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു വ്യത്യസ്തമായ ചിന്ത കടന്നു വന്നു? പക്ഷെ നീ അങ്ങനെ പണിയുന്നുണ്ടെങ്കിൽ ഒരിക്കലും നീ പണിയരുത്. കാരണം നിന്റെ കൈകളൊക്കെ എന്താ പറയാ പലതരത്തിലുള്ള വ്യത്യസ്തമായ നിലവാരത്തിൽ പോയത് കൊണ്ട് നീ അത് പണിയരുത് എന്ന് ദാവീദിനോട് പറയുകയും അത് പണിയുവാനുള്ള സ്വാതന്ത്ര്യം ശലോമോന് കൈമാറുകയും ചെയ്ത ചിത്രം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ശലോമോൻ അതിനെ എന്താ പറയാ വളരെ പ്രൗഢഗംഭീരമായ നിലവാരത്തിൽ അതിനെ പണിതു. പക്ഷെ കാലാന്തരത്തിൽ അത് നെബൂഖദ്നേസർ കടന്നു വന്ന അതെല്ലാം ഒന്നുമല്ലാത്ത രീതിയിൽ അത് ചുട്ടുകളഞ്ഞ ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ താഴോട്ട് അതിന്റെ തന്നെ താഴോട്ട് വായിക്കാം. അതുകൊണ്ട് നീ എന്റെ ഭൃത്യനായ ദാവീദിനോട് പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എന്റെ ജനമായ ഇസ്രായേലിനെ പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്തു നിന്ന് ആടുകളെ നോക്കുമ്പോൾ തന്നെ എടുത്തു. നീ യാത്ര ചെയ്ത എല്ലാ സ്ഥലത്തും ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുൻപിൽ നിന്ന് നീക്കി കളഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരു ദൈവാലയം ഉണ്ടായിട്ടായിരുന്നോ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? ഒരിക്കലും അല്ല. ദൈവത്തിന് അതിന് ആവശ്യമില്ല. ദൈവം സർവ്വവ്യാപിയാണ്, സർവ്വജ്ഞാനിയാണ്, സർവ്വശക്തനാണ് എന്നുള്ളത് അവർക്ക് തെളിയിച്ചു കൊടുത്ത് ഒരിക്കലും ഇങ്ങനെയുള്ള ദൈവാലയങ്ങളിൽ വസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതിമകളെ സൃഷ്ടിച്ചുകൊണ്ടോ അല്ല. ഈ കൺസെപ്റ്റ് ശരിക്കും എന്താ പറയാ പുതിയ നിയമത്തിലേക്ക് കടന്നു. കാലാന്തരത്തിൽ എല്ലാവർക്കും തെറ്റുപറ്റിയിട്ടുള്ള ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. പല ജനവിഭാഗങ്ങളിൽ വ്യത്യസ്തമായ ആശയങ്ങൾ കടന്നു വന്നൊക്കെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതൊരു പുതിയ നിയമത്തിലേക്ക് വരുമ്പോ
പൗലോസും അതുപോലെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ദൈവിക കൺസെപ്റ്റ്, ദൈവാലയത്തെ കുറിച്ച് ദൈവത്തിന്റെ കൺസെപ്റ്റ് എന്താണ് ദൈവാലയം എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ദാവീദിന്റെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ശലോമോന്റെ കാലഘട്ടത്തിലെ സംഭവം കൂടി ചേർത്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്. പക്ഷെ അത് നെബൂഖദ്നേസറിന്റെ കാലഘട്ടത്തിൽ അത് ഇടിച്ചു പൊളിച്ചു കളഞ്ഞു. ഒരു തരത്തിലും അതിന്റെ പൊടി പോലും ശേഷിക്കാത്ത നിലവാരത്തിൽ അതിനെ ഇടിച്ചു കളഞ്ഞു. പക്ഷെ ദൈവം വീണ്ടും അവരോട് കനിഞ്ഞു. കാരണം ഇവർ ഒന്നിച്ചു ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംവിധാനം അവിടെ ആവശ്യമായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കണം ദൈവം വീണ്ടും അനുവാദം അവർക്ക് കൊടുക്കുന്നതൊക്കെ. ഓക്കെ, അതിനൊത്തിരി നിബന്ധനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമ്മൾ തിരിച്ച് നമ്മൾ വരുമ്പോൾ 17-ാം അധ്യായം അതിന്റെ 24 മുതൽ 30 വരെയുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കും. ദൈവാലയവുമായിട്ടുള്ള കൺസെപ്റ്റിലെ പൗലോസിന്റെ മിഷണറി യാത്രയിൽ സംഭവിച്ച ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് പൗലോസ് വിശദീകരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഒന്ന് വായിക്കാം അതിന്റെ 24 മുതലുള്ള ഭാഗങ്ങൾ. അതിന്റെ തൊട്ടുമുമ്പ് വായിക്കും. അതിലൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. നോക്കുക, ഇതാണ് ദൈവത്തിന്റെ കൺസെപ്റ്റ്. ദൈവാലയവുമായി ദൈവത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഞാനും നിങ്ങൾ എത്ര മനോഹരമായിട്ടുള്ള സൗധങ്ങൾ പണിത് കൊടുത്താലും ദൈവം അവിടെ വസിക്കുന്നില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ കാലഘട്ടത്തിൽ മനുഷ്യർ വ്യർത്ഥമായ നിലവാരത്തിൽ അതിനെ കണ്ടു. ആ ഒരു നിലവാരത്തിലേക്ക് പോയി എന്താ പറയാ, അന്യോന്യം തല്ലുകയും അന്യോന്യം ഉപദ്രവിക്കുകയും വ്യത്യസ്തമായ വിഷയങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പൊ നോക്കുക, ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ നമ്മളൊന്ന് വിലയിരുത്താൻ വാർത്താ മാധ്യമങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അപ്പം ദൈവം പറയുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ ആധികാരികത എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് അവിടെ പറയുകയാണ്. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട്. നോക്കുക, എന്തോ ഇല്ല ഒന്നുമില്ല. ഓക്കെ, അപ്പം ദൈവത്തിന്റെ ആ ഒരു വ്യത്യസ്തമായ അവസ്ഥയെ കുറിച്ച് ദൈവം തന്നെ ഇവിടെ പറയുകയാണ്. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായതുകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ഒരു ദൈവാലയം എന്ന് പറയുന്ന സംഭവത്തിനകത്തും ദൈവം കുടിയിരിക്കുന്നില്ല. മനുഷ്യരുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണത്. ഇന്ന ആലയത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധ്യങ്ങൾ നടക്കും എന്നുള്ള കാര്യത്തെ കുറിച്ചുള്ള തെറ്റായ ധാരണ. പിന്നെ എങ്ങനെയാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, ദൈവത്തിന്റെ കൺസെപ്റ്റ് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ തുടർന്ന് തന്നെ വായിക്കേണ്ടതായിട്ടുള്ള ഒരു ഭാഗം ദൈവം അതിനെ വെളിപ്പെടുത്തുന്നുണ്ട്. 7-ാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 48-49 ഭാഗങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. ഞാൻ ഇന്ന് സത്യം പറഞ്ഞ ക്ലാസ് അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയൊരു സന്ദേശം തന്നെയാണ് ഞാൻ നിങ്ങളുമായിട്ട് കൈമാറാൻ ആഗ്രഹിക്കുന്നത്. പൊതു ജനങ്ങളുടെ തെറ്റായ ചില ധാരണകൾ ദൈവവുമായിട്ടുള്ള കൺസെപ്റ്റിലുണ്ട്. അതിൽ നിന്ന് നമുക്കൊരു മോചനം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 48-49 ആ ഭാഗങ്ങൾ. ആലയത്തിൽ വസിക്കുന്നില്ല താനും, ആയതിൽ വസിക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യുന്നു? സ്വർഗം എനിക്ക് സിംഹാസനവും സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? എന്റെ വിശ്രമ സ്ഥലവും ഏത്? അപ്പൊ ഇവിടെ ദൈവത്തിന്റെ ആ വ്യത്യസ്തമായ ആ ഒരു നിലവാരത്തെ കുറിച്ച് നമുക്കിവിടെ മനസ്സിലാക്കി തരികയാണ്. സ്വർഗം എന്റെ സിംഹാസനം. അപ്പൊ നോക്കിയേ, നമ്മുടെ വിശാലമായ പ്രപഞ്ചത്തിലേക്കൊന്ന് നോക്കിക്കേ. എങ്ങനെയാണ് നമ്മുടെ വിശാലമായ പ്രപഞ്ചം കിടക്കുന്നത്? നമ്മുടെ ശാസ്ത്ര ലോകത്തിന് പോലും കണ്ണെത്താത്ത നിലവാരത്തിൽ, അതായത് നമ്മുടെ സങ്കല്പങ്ങൾക്കും മീതെയാണ് നമ്മുടെ പ്രപഞ്ചം നിലനിൽക്കുന്നത്. സ്വർഗം എന്ന് പറയുന്ന സംഭവം സംവിധാനം എവിടെയാണെന്ന് പോലും നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്ത അത്രയും ബഹുദൂരത്തിൽ ഇരിക്കുന്ന ആ സംഭവം. അപ്പൊ അവിടെ പറയുന്ന സംഭവം സ്വർഗം എനിക്ക് സിംഹാസനം, സ്വർഗം എനിക്ക്. ഓക്കെ, ആരാ ഒരു അതെ ജിസഡൻ, വളരെ നന്നായി. ആ സേവനം വളരെ നല്ലതാണ്. ഓക്കെ, അപ്പൊ സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. ഈ ദൈവത്തിന്റെ വിശാലതയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ദൈവത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച്, വിശാലതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും വിശാലനായ ഒരു ദൈവം, അല്ലെങ്കിൽ ഈ മുഴു പ്രപഞ്ചത്തെ സൃഷ്ടിച്ച വിശാലമായ ഈ മുഴു പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവം
ആ ഒരു ദൈവത്തെ ചെറിയ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ചെറിയൊരു റൂമോ അല്ലെങ്കിൽ ചെറിയ ഒരു സംവിധാനമോ ഒരുക്കി അതിനകത്ത് കുടിയിരുത്തുവാനുള്ള മനുഷ്യന്റെ വലിയൊരു പരിശ്രമം. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ് മനുഷ്യന്റെ ഏത് നിലവാരത്തിലാണെന്നുള്ളത് കൂടെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥ ദൈവം എന്ന് പറയുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ ദൈവത്തിന്റെ നിലവാരത്തെ കുറിച്ച് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. നോക്കി, ഇനി എങ്ങനെയാണ് സ്വർഗം അവന്റെ സിംഹാസനവും ഭൂമി അവന്റെ പാദപീഠവും എന്ന് നമുക്ക് അവിടെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നിട്ട് ചോദിക്കാൻ, നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധത്തിലുള്ളതാണ്? ഏത് വിധത്തിൽ ആലയം പണിതാലാണ് എനിക്ക് അവിടെ വാസം ചെയ്യാൻ സാധിക്കുക? അപ്പൊ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. കൊരിന്ത്യ ലേഖനത്തിലേക്ക് നമ്മൾ വരണം. കൊരിന്ത്യ ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ഇവിടെ മനുഷ്യരുടെ തെറ്റിദ്ധാരണകൾ ദൈവം നേരത്തെ നമ്മൾ വായിച്ചതുപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഏതെങ്കിലും ബിൽഡിങ്ങിനകത്ത്, ക്ഷേത്രം എന്ന് പറയുന്നത് ദൈവാലയം എന്നുള്ള നിലവാരത്തിൽ നമ്മൾ പണിതുയർത്തുന്ന പടുകൂറ്റൻ സൗധങ്ങളിലൊക്കെ ദൈവം വസിക്കുന്നു എന്ന മനുഷ്യന്റെ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ദൈവത്തിന്റെ ചിന്ത എന്ന് പറയുന്നത്. ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം പറയുന്നത് സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാണെന്ന് പറയുന്നത്. അപ്പൊ ദൈവം സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ സിംഹാസനം അവിടെ വെച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പാദം ഇരിക്കുന്നത് ഭൂമിയിലാണ്. അത്രയും വലിയ വിശാലമായ, അത് മനുഷ്യന് ഏകദേശം മനസ്സിലാവാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെയൊന്നും അല്ല. ദാവീദ് തന്നെ പറയുന്നു, നീ സ്വർഗാദി സ്വർഗങ്ങളിൽ അടങ്ങാത്തവനാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ദൈവത്തിന് ആലയം പണിയുക എന്ന് പറയുന്ന മനുഷ്യന്റെ ഏറ്റവും നിലവാരം കുറഞ്ഞൊരു മനസ്സ്, അതിൽ നിന്ന് മനുഷ്യൻ മോചനം നേടണം. എങ്കിലേ ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുള്ളൂ. ഇന്നത്തെ പ്രശ്നങ്ങളുടെ ഏറ്റവും വലിയ കാരണം, പല കാരണങ്ങളിൽ ഒരു കാരണം എന്നൊക്കെ പറയുന്നത് ഇതുപോലെയുള്ള സംഭവങ്ങളാണ്. ദൈവം എവിടെയൊക്കെയോ ഇരിക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തൊക്കെ ഇരിക്കുന്നു എന്നുള്ള ചിന്താഗതികൾ മനുഷ്യന്റെ മനസ്സിനകത്ത് കടന്നുകൂടിയിരിക്കുകയാണ്. ആ ഒരു ചിന്താഗതി മനുഷ്യന്റെ മാറാതെ ഒരിക്കലും മനുഷ്യന് നല്ല ഒരു അവസ്ഥയിലേക്ക് വരാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് വീണ്ടും കൊരിന്ത്യയിലുള്ള വിശ്വാസികളോട് പ്രബോധിപ്പിക്കുമ്പോൾ അവരോട് പറയും 3:16, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അല്ലെ? അതിൽ 17-ാമത്തെ വാക്യത്തിലേക്ക്, 3-ാം അധ്യായത്തിലെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നൊരു സംഭവമുണ്ട്, ഞാനും നശിപ്പിക്കും. അതേതാ? ഇത് പലരും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും ബിൽഡിങ്ങുകൾ, ദൈവം ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ ഉടച്ചു തകർക്കുമ്പോൾ അവിടെ അങ്ങനെയുള്ള സംഭവത്തെ കുറിച്ചാണ് പറയുന്നതെന്നുള്ള തെറ്റിദ്ധാരണകൾ മനുഷ്യനുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ പറയാണ്, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ഞാൻ അതിന്റെ കുറച്ചുകൂടെ വ്യത്യസ്തമായൊരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ ആ സംഭവത്തിലേക്ക് ഞാൻ കൊണ്ടുപോകാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം തന്നെ 6-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. അപ്പൊ നോക്കുക, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. അപ്പൊ ദൈവം എവിടെയാണ് ശരിക്കും ഇരിക്കുന്നത്? നമ്മളിൽ. എവിടെയാണ് ആവാസം ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തില്, നമ്മളിൽ തന്നെ. നമ്മുടെ അകത്താണ് ദൈവം എന്താ പറയാ ആവസിക്കുന്നതൊക്കെ. അവിടെയാണ് നമ്മൾ ഇടം കൊടുക്കേണ്ടത്. അപ്പം ഈ ദാവീദ് ഒരു ദൈവാലയം പണിയാൻ വേണ്ടി ഒരു വലിയ പാടുപണിയൊക്കെ പെടാപാടൊക്കെ പെടുമ്പോൾ ശലോമോൻ അത് പണിത് തീർത്ത് അവസാനിപ്പിച്ചു. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, ഏത് കാലഘട്ടത്തിലാണ് ഇസ്രായേൽ ജനതയ്ക്ക് സ്ഥിരമായിട്ട് അങ്ങനെ ഒരു ആലയം ഉണ്ടായിട്ടുള്ളത്? കുറച്ചു കാലം അവർക്ക് കിട്ടി. പക്ഷെ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ പ്രമാണങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ, ഇതൊന്നല്ല അതിന്റെ കാര്യം എന്നുള്ളത് തന്നെയാണ് ദൈവം പറയുന്നത്. നിങ്ങൾ എന്റെ പ്രമാണങ്ങൾ അനുസരിക്കുക. ഈ ദൈവാലയം പണിയുമ്പോഴും ദാവീദ് ശലോമോനോട് അത് പ്രബോധിപ്പിക്കുന്നുണ്ട്. ശലോമോൻ പ്രബോധിപ്പിക്കുന്ന ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പ്രബോധിപ്പിക്കുന്ന ഒരു ഭാഗം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ ആത്മീകമായിട്ട് ശലോമോനെ പ്രബോധിപ്പിക്കുന്നുണ്ട്. ആ ഭാഗം ഒന്ന് വായിക്കാമോ ആർക്കെങ്കിലും? രാജാക്കന്മാര് 1-ാം പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ.
ദാവീദിന്റെ മരണകാലം അടുത്തപ്പോൾ അവൻ തന്റെ മകൻ ശലോമോനോട് ഇപ്രകാരം കൽപ്പിച്ചു, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. അതുകൊണ്ട് നീ ധൈര്യം പൂണ്ട് പുരുഷത്വം കാണിക്കാം. നീ എന്ത് ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും സകലത്തിലും നീ കൃതാർത്ഥനാകേണ്ടതിനും നിന്റെ മക്കൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എന്റെ മുൻപാകെ സത്യത്തിൽ നടന്ന് തങ്ങളുടെ വഴി സൂക്ഷിച്ചാൽ ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്കില്ലാതെ പോകയില്ല എന്ന് യഹോവ. ഇവിടെ കണ്ടീഷൻസ് എന്താന്ന് മനസ്സിലായോ? ഇവിടെ കണ്ടീഷൻസ് എന്താന്ന് മനസ്സിലായോ? ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കുക എന്നുള്ളതാണ് കണ്ടീഷൻ, വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിൽ നിന്ന് വ്യതിചലിച്ചാൽ നമ്മളിവിടെ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. അതാ ഞാൻ കഴിഞ്ഞ ദിവസം ശമൂവേലിന്റെ പുസ്തകങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ എടുത്തൊരു പ്രത്യേക ഭാഗം എന്ന് പറയുന്നത്, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലത് എന്ന് തിരുവഴുത്തിലൂടെ നമ്മൾ വായിക്കുന്നത്. ശൗലിന് തെറ്റുപറ്റി, വ്യവസ്ഥ പ്രകാരം അല്ലാതെ മുന്നോട്ട് പോയപ്പോ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല, ദൈവം അത് അംഗീകരിക്കുന്നില്ല. അപ്പം ശൗല് യുദ്ധം കഴിഞ്ഞ് എന്താ പറയാ, ഈ ശപഥാർപ്പിത വസ്തുക്കള് അവർക്ക് കൊടുത്ത പ്രമാണം അവിടുന്ന് എടുക്കരുതെന്ന് പറഞ്ഞ വസ്തുക്കളൊക്കെ ശൗല് എടുത്തു കൊണ്ടുവന്നപ്പം ശൗൽ അത് ശമൂവേൽ അത് ചോദിച്ചപ്പം ശൗല് പറഞ്ഞത് നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വേണ്ടി കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ദൈവം ശമൂവേലിനോട് പറയുന്നത്, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നത് പോലെ നീ ചെയ്യുന്ന യാഗങ്ങൾ ദൈവത്തിന് പ്രസാദമാകുമോ? ഒരിക്കലുമില്ല. എത്ര തന്നെ നമ്മൾ യാഗം നടത്തിയാലും, എത്ര തന്നെ വ്യത്യസ്തമായിട്ടുള്ള പ്രകടനങ്ങൾ നമ്മൾ കാഴ്ചവെച്ചാലും, എന്റെ നിങ്ങളുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് യാതൊരു പ്രയോജനവുമില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മള് കായിൻ ഹാബേൽ എന്ന് പറയുന്ന ആ രണ്ട് വ്യക്തികളിൽ നിന്നുള്ള പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെ? കായിനും ഹാബേലും ദൈവത്തിന് വഴിപാട് അർപ്പിക്കാൻ പോയി. തിരുവഴുത്തിന്റെ അകത്ത് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് യാഗവ്യവസ്ഥകളൊന്നും ആ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നില്ല. വേദശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്ന അനുസരിച്ചോ അല്ലെങ്കിൽ അവരുടെയൊക്കെ റിസർച്ചിന്റെ ഭാഗങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, തിരുവഴുത്തിന്റെ മറ്റൊരു അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുൻപേ അറുക്കപ്പെട്ട ഒരു കുഞ്ഞാട് എന്നുള്ളതാണ്. അവിടെ ഒരു യാഗം നടത്തിയതിനു ശേഷം ദൈവം ആ യാഗമൃഗത്തിന്റെ തുകൽ കൊണ്ട് ആദം ഹവ്വ ദമ്പതിമാരെ അവരുടെ നാണം മറിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചു. അതൊരു യാഗവ്യവസ്ഥയായിരുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു സങ്കല്പം. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ഇവർക്കൊരു പാഠം കിട്ടിയിട്ടുണ്ടാവും. ഒരു ദൈവത്തിന് യാഗം അർപ്പിക്കാൻ വേണ്ടി പോയി. പക്ഷെ അവിടെ പറയുന്ന ഒരു സംഭവമുണ്ട്, കയീനിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. അപ്പൊ യാഗത്തിലല്ല ദൈവം പ്രസാദിക്കുന്നത് എന്ന് പറയാനുള്ള കാരണം, എന്നിലും നിങ്ങളിലും ദൈവത്തിന് പ്രസാദിക്കുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തികളിൽ ദൈവത്തിന് പ്രസാദിക്കുവാൻ സാധിക്കും. അത് യാഗമായിരുന്നാലും എന്തായിരുന്നാലും. ഇവിടെ ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തി ആയിരുന്നത് കൊണ്ടാണ് ഒരു അനുവാദം ചോദിച്ചപ്പോൾ, ദൈവാലയം പണിയുള്ള അനുവാദം ചോദിച്ചപ്പോൾ കൊടുത്തത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ദൈവം അദ്ദേഹത്തിൽ പ്രസാദിച്ചത് കൊണ്ടാണ്. അപ്പൊ കയ്യീനിലും അവന്റെ യാഗത്തിലും കയ്യീനിൽ പ്രസാദിക്കുവാൻ വകയില്ലായിരുന്നു, അതുകൊണ്ട് അവന്റെ യാഗത്തിൽ പ്രസാദിക്കുന്നില്ല. ഹാബേലിൽ അവന്റെ ജീവിതശൈലിയിൽ അവൻ ദൈവത്തിന് മുൻപിൽ പ്രസാദമുള്ള നിലവാരത്തിൽ അവൻ ജീവിച്ചതുകൊണ്ട്, അവന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിഞ്ഞതുകൊണ്ട് അവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. ഏത് കാലത്തും അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് ശമൂവേല് ശൗലിനോട് പറയുന്നത്, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നത് പോലെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുമോ എന്ന് ചോദിക്കുന്നത്. ദൈവത്തിന്റെ കൽപ്പനകൾക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് വരുവാനുള്ള കാരണം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മൂല്യം കൽപ്പിക്കേണ്ട ഒന്നാണ് ദൈവിക കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ദൈവം ഒന്നും നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോഴിവിടെ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ ദൈവം വാസം ചെയ്യുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മെ വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ വായിച്ചല്ലോ കൊരിന്ത്യർ ലേഖനം 1-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം. 6-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിച്ചില്ല, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. അപ്പൊ ദൈവത്തിന്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ചിന്ത, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതം വിശുദ്ധമായി നയിക്കുക, കൽപ്പനകൾ പ്രമാണിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് തിരുവെഴുത്ത് നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഭാഗത്തുനിന്ന് എനിക്ക് അങ്ങനെ ഒരു സന്ദേശം നൽകാൻ ഒരു ദൈവിക നിയോഗം കഴിഞ്ഞ ക്ലാസ് മുതൽ ഉണ്ടായിരുന്നു.
അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് അതിന് സമയം ലഭിക്കാത്തതുകൊണ്ടാണ് ഞാൻ അത് ഈ ഒരു ക്ലാസ്സിലേക്ക് ഞാൻ മാറ്റിവെച്ച്. ഓക്കെ, എന്തായാലും റോഷൻ ബ്രദറിന്റെ ക്ലാസ്സിന്റെ ദിവസമായിരുന്നു ഇന്ന്. പക്ഷെ നമുക്ക് എന്താ പറയാ, റോഷൻ ബ്രദറിൽ നിന്ന് പ്രത്യേക സാഹചര്യത്തിൽ കടന്നു വരാൻ സാധിച്ചില്ല. ദൈവം എനിക്ക് ആ ഒരു സന്ദർഭം തരികയായിരുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്തെങ്കിലും നിങ്ങളുടെ സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഇപ്പോൾ തീർക്കാവുന്ന വിഷയങ്ങൾ ഞാനിപ്പോ തന്നെ തീർക്കാം. അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ റെഫർ ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ഞാൻ അതിന് നിങ്ങൾക്ക് പിന്നീട് അതിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ആൻസർ ലഭിക്കും, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. എനിക്ക് പിന്നെ ആലയം ശലോമോൻ പണിത ആലയം നെബൂഖദ്നേസർ ഇടിച്ചു പൊളിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അവിടെ കുറച്ചും കൂടി വിശദീകരണം വേണമെന്നുണ്ടായിരുന്നു. അത് അവിടെ വിശദീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെബൂഖദ്നേസർ അന്ന് വന്ന് ഇസ്രായേൽ ജനത്തിന് അത് ദൈവം നിയോഗിച്ചതാണ്. നെബൂഖദ്നേസറിനെ ദൈവം നിയോഗിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവം നിയോഗിച്ചു. അതാ നമ്മൾ വായിക്കുന്നത്. നമ്മൾ നേരത്തെ വായിച്ചില്ലേ ആ ഒരു ഭാഗം ദിനവൃത്താന്ത പുസ്തകത്തിൽ, നമ്മൾ 2 ദിനവൃത്താന്തത്തിൽ നമ്മൾ വായിച്ചില്ലേ? എന്താ വായിച്ചത്? 36-ാം അധ്യായത്തിന് 21-ാമത്തെ വാക്യം. 2 ദിനവൃത്താന്തം 36-21 നമ്മൾ വായിച്ചോ? വായിച്ചായിരുന്നു. തുടക്കത്തിൽ 2 ദിനവൃത്താന്തം 36-21 നോക്കട്ടെ. യിരെമ്യാ അത് നമ്മൾ വായിച്ചില്ല, അത് പറഞ്ഞു വിട്ടുള്ളൂ. വായിക്കാവോ? യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു. 70 സംവത്സരം തികയോളം ദേശം ശൂന്യമായി കിടന്ന് ശബത്ത് അനുഭവിച്ചു. എന്നാൽ യിരെമ്യാവ് മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് പേർഷ്യൻ രാജാവായ കോരശിന്റെ 1-ാം ആണ്ടിൽ യഹോവ കോരശിന്റെ മനസ്സുണർത്തി അവൻ തന്റെ രാജ്യത്തെല്ലാം ഒരു വിളംബരം രേഖാമൂലം പ്രസിദ്ധമാക്കിയത് ഇപ്രകാരമായിരുന്നു. ഓക്കെ, നമുക്ക് അത്രയും പോകണ്ട. അതിന്റെ മറ്റു പല ഭാഗങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗം 21-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് യിരെമ്യാവ് മുഖാന്തരം ഉണ്ടായിട്ടുള്ള ഒരു മുന്നറിയിപ്പ്, ദൈവം കൊടുത്തിട്ടുള്ള ഒരു മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പിനെ കുറിച്ച് അവിടെ പറയാം, നിവൃത്തിയാകേണ്ടതിന് ദേശം അതിന്റെ ശബത്തുകളെ അനുഭവിച്ചു. ഞാൻ ശബത്തുകളെ കുറിച്ചുള്ള ക്ലാസ് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം അതാണ്. ഈ ഒരു ഭാഗത്തെ കുറിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം. അതെ അതെ, ഒന്നും കൂടെ ആവശ്യമാണ്. അത് ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ ഇവിടുത്തെ സിസ്റ്റർ ചോദിച്ച ആ ഒരു സംശയം അത് എല്ലാവരും ശ്രദ്ധയിൽ പെടണം നിർബന്ധം. ഞാൻ ആവർത്തിച്ച് പറഞ്ഞ സംഭവമായിരുന്നു. പക്ഷെ എല്ലാവർക്കും അതകത്ത് കാരണം നിർബന്ധമില്ല. അപ്പോൾ ദൈവം കൊടുത്ത പ്രമാണത്തിലെ നമ്മൾ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് നമ്മൾ വന്നില്ലേ നേരത്തെ? അതിനകത്ത് 8-ാമത്തെ വാക്യം നമ്മൾ വായിച്ചായിരുന്നല്ലോ. പുറപ്പാട് 20-8 വായിച്ചോ? നമ്മൾ വായിച്ചു. സിസ്റ്റർ തന്നെ വായിച്ചത്. 9-11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. ഒന്നുകൂടെ ഒരു ആവർത്തിയോടെ വായിക്കാവോ? പുറപ്പാട് 20 അല്ലേ? അതെ. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളവയൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. വായിക്കുന്നേ? അതെ. ഓക്കെ, താങ്ക് യു, വളരെ നന്നായി. ഓക്കെ, അപ്പൊ ഈ എന്താ അല്ല ബാക്കി വായിക്കണമെന്ന് ചോദിക്കുക. അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ദൈവം തന്നെ അവിടെ നമുക്കൊരു മാതൃക കാണിച്ചു തന്നു എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്കത് ക്ലിയർ ആണ്. 6 ദിവസം കൊണ്ട് ആ സംഭവം എടുത്ത് പറയാണ് ഇവിടെ. എന്തുകൊണ്ടാണ് ശബത്ത് എന്ന് പറയുന്നത് ഒരു നിയമമായിട്ട് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് ഇവിടെ മോശെ മുഖാന്തരം കൊടുത്ത കൽപ്പനകളിലൂടെ കൃത്യമായിട്ട് പറയുകയാണ്. അപ്പോൾ ഈ ശബത്ത് ലംഘിച്ചാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ ഇവിടെ വായിക്കുന്നു. എവിടെ വായിക്കുന്നു? യിരെമ്യാവിന്റെ പുസ്തകം 25-ാം അധ്യായം. യിരെമ്യാ പ്രവചന പുസ്തകം 25-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. അവർക്ക് കൊടുത്ത ഇസ്രായേൽ ജനത്തിന് കൊടുത്ത മുന്നറിയിപ്പ്. ഞാൻ ചോദിച്ചപ്പോ നമ്മൾ ഈ വായിക്കുന്ന ഭാഗങ്ങളിലൊന്നും നെബൂഖദ്നേസർ ആണ് അത് നശിപ്പിച്ച കളഞ്ഞെന്നുള്ളത് അവിടെ കാണുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പോയില്ല. അത് വെച്ചേ ഇസ്രായേൽ ജനത ബാബിലോണിയ പ്രവാസത്തിലേക്ക് പോയ ഹിസ്റ്ററി നമുക്ക് എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് പോവാത്തത്.
അല്ല, ഞാൻ നെബൂഖദ്നേസർ രാജാവിന്റെ കാലത്ത് അത് ഇടിച്ചു പിടിച്ച് കളഞ്ഞൊന്ന് എഴുതി വെച്ചു. പക്ഷെ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എനിക്ക് എഴുതാൻ കിട്ടിയില്ല. അതുകൊണ്ട് എടുത്ത് ചോദിച്ചത് മാത്രം. രണ്ട് ദിനവൃത്താന്തം 36:17 മുതൽ 19 വരെ വായിച്ചാൽ അത് അതിൽ കാണാൻ പറ്റും. ആ ഭാഗം കാണാൻ പറ്റും. ഓക്കെ. ആ, 2 ദിനവൃത്താന്തം 36:17 മുതൽ 19 വരെ. അവിടെ ഒരു ഷോർട്ട് ലിസ്റ്റ് കൊടുത്തിട്ട് ഒരു ഷോർട്ടായിട്ട് അതിന്റെ ഒരു ഹ്രസ്വമായിട്ടുള്ള ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ വായിച്ചായിരുന്നു, അതുവരെയ്ക്കും നീണ്ടു പോയില്ല എന്നുള്ളൂ. വായിച്ചു തുടങ്ങിയതായിരുന്നു നമ്മൾ അവിടുന്ന്. ഇല്ല, അങ്ങനെ ഞാൻ മുകളിലേക്ക് പോയില്ല. ഞാൻ അതെല്ലാവർക്കും അറിയാവുന്ന ഒരു ഹിസ്റ്ററി. ആ ഹിസ്റ്ററി എല്ലാവർക്കും അറിയാം. നെബൂഖദ്നേസർ വന്നു, ഇസ്രായേൽ ജനത്തെ പിടിച്ചു കൊണ്ടുപോയി. അപ്പൊ ദാനിയേലിന്റെ പുസ്തകം നമ്മൾ വായിക്കാറുണ്ട്. അതിനകത്ത് ദാനിയേല്, അതുപോലെ ആരൊക്കെയാ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ്, അവരുടെ ഹിസ്റ്ററി നമ്മൾ നന്നായിട്ട് അറിയാവുന്നതാണ്. നമ്മളെല്ലാ പ്രസംഗത്തിലൂടെ നമ്മൾ കേൾക്കുന്നതാണ്. മിക്കവാറും സ്റ്റേജിലൂടെ നമ്മൾ കേൾക്കുന്നതാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയങ്ങളാണത്. കാരണം ദൈവത്തിന്റെ വിടുതലും പ്രവൃത്തികളും ഒക്കെ അവിടെ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതൊക്കെ നമുക്ക് അവിടുന്ന് നന്നായിട്ട് അറിയാവുന്നതാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകാതിരുന്നതാ. ഓക്കെ. അപ്പോൾ ഈ ദൈവത്തിന്റെ പ്രമാണം നിരസിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ, നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന വിപത്തുകളെ കുറിച്ച് ഇസ്രായേൽ ജനത മുഖാന്തരം നമുക്കൊരു വലിയൊരു മുന്നറിയിപ്പ് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ദൈവിക കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോയേ പറ്റൂ. അത് തന്നെയാണ് ഇതിലൂടെ ദൈവം നമുക്ക് തരുന്ന സന്ദേശം എന്ന് പറയുന്നത്. അത് പറയാൻ വേണ്ടി ഞാൻ ആ ഭാഗത്തേക്ക് വന്നത്. ഓക്കെ, ഇപ്പൊ അത് ക്ലിയർ ആണല്ലോ? ഓക്കെ ഓക്കെ ഓക്കെ. റെഫറൻസ് നിങ്ങൾ ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് കുറിച്ച് വെച്ചോ. ഒന്നാമത് നമ്മൾ കുറിച്ച് വെക്കേണ്ട ഒരു ഭാഗം ഇരമ്യ പ്രവചന പുസ്തകം 25-ാം അധ്യായം 11-12 ഭാഗങ്ങൾ. ശബത്തിനെ കുറിച്ച്, ശബത്ത് ലംഘിച്ചാൽ ദൈവം കൊടുക്കുന്ന ശിക്ഷ, അല്ലെങ്കിൽ ദൈവിക ന്യായപ്രമാണം ലംഘിച്ചാൽ ദൈവം എങ്ങനെയാണ് ശിക്ഷിക്കുന്നത് എന്നുള്ളതിന് മാതൃകാപരമായ ഒരു അവസ്ഥയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ഇരമ്യ പ്രവചനം 25 അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ മുന്നറിയിപ്പ് ഇസ്രായേൽ ജനതയ്ക്ക് കൊടുത്തു. പക്ഷെ അത് അംഗീകരിച്ചില്ല. അവർക്കത് അനുഭവിച്ചേ പറ്റൂ എന്നുള്ളതാണ് പിന്നീട് അവിടുത്തെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതിന്റെ റിസൾട്ടാണ് 2 ദിനവൃത്താന്ത പുസ്തകം 36-ാം അധ്യായം 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഇരമ്യ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് ദേശം അതിന്റെ ശബത്തുകളെ അനുഭവിച്ചു കഴിയുവോളം തന്നെ 70 സംവത്സരം തികയുവോളം അത് ശൂന്യമായി കിടന്ന കാലമൊക്കെയും ശബത്ത് അനുഭവിച്ചു. യൂത്തിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, അല്ലെ? ദൈവിക കൽപ്പനകൾ എന്താണ്, അതിന്റെ നിവർത്തീകരണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് രൂത്തിന്റെ പുസ്തകം നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കി. ഒന്ന്, ദേവരധർമ്മം, അല്ലേ? അത് നമ്മൾ പഠിച്ചതാ. സമയം ഓവറായി, എനിക്ക് മനസ്സിലായി. ഓക്കെ, ഒത്തിരി സമയം ഓവറായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ദൈവിക നിയമങ്ങൾ നമ്മൾ പാലിക്കാൻ എപ്പോഴും പ്രതിജ്ഞാബദ്ധരായിട്ടിരിക്കണം. അതിനകത്ത് ഒരു അണുവിട പോലും നമ്മൾ എന്താ പറയാ, സംശയത്തിനോ അല്ലെങ്കിൽ അലസമായിട്ടുള്ള ജീവിതങ്ങളോ നയിക്കുവാൻ നമ്മൾ ഒരിക്കലും അതിനെ ഇടവരുത്തരുത്. അപ്പൊ ഓക്കെ. അപ്പൊ ഞാൻ എസ്ര, നെഹമ്യാവ്, എസ്തർ അടുത്ത നമ്മുടെ പഠനത്തിന് വേണ്ടി എടുക്കുന്ന നമ്മുടെ 3 പുസ്തകങ്ങളാണ്. ചരിത്ര പുസ്തകങ്ങളെ ഏറ്റവും അവസാനത്തെ 3 പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? എസ്ര, നെഹമ്യാവ്, എസ്തേർ. ഇങ്ങനെ ഈ 3 പുസ്തകങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങളായിരിക്കും. അതിലെ ദൈവാലയം അവർ പുതുക്കി പണിയാൻ വേണ്ടി ദൈവം എങ്ങനെയാണ് അവരെ ആ പ്രവർത്തന സജ്ജരാക്കിയത്, ദൈവത്തിന്റെ കാര്യപരിപാടികൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ചരിത്ര പുസ്തകങ്ങൾ അടുത്തൊരു ക്ലാസ്സോട് കൂടെ ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം വളരെ സ്ലോവിലാണ് നമ്മൾ പോകുന്നത്. പോർഷൻ തീരാതെ വരുമ്പോഴുള്ള ചെറിയ പ്രയാസം കൂടെ ഉണ്ട്. പക്ഷെ അതിന് ഞാൻ വേറൊരു സംഭവം ചെയ്യുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്സും കൂടെ നമുക്ക് ഇതിനകത്തുണ്ടല്ലോ. അപ്പൊ ഞാനത് പ്രവചന പുസ്തകങ്ങളിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് കടക്കുമ്പോഴും ഒക്കെ ഞാൻ അത് ഇതുകൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു നോട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അതുകൂടെ ചേർത്തുകൊണ്ട് നമുക്കൊരു പഠനം നടത്തി മുന്നോട്ട് പോകാം.